ഹലോ ഗൈസ്, അങ്ങനെ മൂന്നാമത്തെ സ്പോട്ടിലെത്തി. എക്കോ പോയിന്റ് ആയിരുന്നു. ബസ് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു, ചെറിയ കാറ്റും തണുപ്പൊക്കെ ആയിട്ട്. അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു, മാഗിയും കോഫിയൊക്കെ കിട്ടുന്നത്. എന്നാലും ഞങ്ങൾ ലൈം സോഡ തന്നെയാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വട്ടവടയിലേക്കായിരുന്നു യാത്ര. അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം 1:30 കഴിഞ്ഞുകൊണ്ട് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വ്യൂ ഒക്കെ കണ്ടു നിന്ന് പിന്നെ ജീപ്പിലാണ് യാത്ര. ഒരു 22 കിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ പോകണം. നല്ല പൊടിയായിരുന്നുകൊണ്ട് എല്ലാവർക്കും മാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ ബാഗ് വെച്ച് മറന്നുകൊണ്ട് എനിക്ക് മാത്രം ഒരു പേപ്പർ പീസായിരുന്നു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ചുമ്മാ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അവിടെ വരെ എത്തി. അങ്ങനെ ഒരു വ്യൂ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു, ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ. ചേട്ടൻ ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഓരോ സ്ഥലങ്ങളെയും പറ്റിയിട്ടൊക്കെ. ഇതൊക്കെ ഞങ്ങളുടെ ജീപ്പിലുണ്ടായിരുന്ന ആൾക്കാരാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം നോക്കി നിന്നു. പേരക്കയൊക്കെ ഉണ്ടായിരുന്നു, മുളകും ഉപ്പൊക്കെ ഇട്ടത്. അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് പിന്നെ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ വെള്ളച്ചാട്ടം. ഇങ്ങനെയുള്ള ഒരു കാട്ടിക്കോടെയുള്ള യാത്രയായിരുന്നുകൊണ്ടായിരുന്നു അത് ഏറ്റവും സൂപ്പറായിരുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് നല്ലോണം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കാഴ്ചയൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. നല്ല രസമുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. സ്ട്രോബെറി ഫാമിലേക്കായിരുന്നു പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്ട്രോബെറീസും പിന്നെ ജാം ഉണ്ടായിരുന്നു, സ്ട്രോബെറീൻ്റെ വൈൻ ഉണ്ടായിരുന്നു. സ്ട്രോബെറിയൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നെ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോയി.